പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം, കർത്താവിനെ പ്രഘോഷിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന ഇതെല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. ഈ ഒരു കാര്യം മറക്കരുത്. പ്രാർത്ഥനയിൽ വിറ്റ്നസിങ് ആയിരിക്കണം നമ്മൾ. രണ്ടാമതായിട്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മളുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എവിടെ പോയാലും എങ്ങനെയാണെന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ജീവിതത്തിൽ കർത്താവിനെ പ്രഘോഷിക്കണം. ചിലരെയൊക്കെ നോക്കി പറയാറില്ല നമ്മളൊക്കെ, ഓ ഇവനൊക്കെ എങ്ങനെ ഈ പദവിയൊക്കെ കൊടുത്തു എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഓ ഈ മനുഷ്യനെ കെട്ടി കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഇങ്ങനെയായിരുന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. നമ്മുടെ വിശ്വാസം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും ഈശോ നമുക്ക് നൽകട്ടെ. മാർത്തോമാസിയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രതീകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.